ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പെസഹാകാലം രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം. ഇവിടെ അതിമനോഹരമായൊരു വചനഭാഗമുണ്ട്. യോഹന്നാൻ 3:16. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 3:15 പ്രോട്ടോ ഇവാഞ്ചലിയോ എന്നാണ് പറയുന്നത്. ആദ്യത്തെ സുവിശേഷം, ദ ഫസ്റ്റ് ഗോസ്പൽ. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈശോ വരും, മറിയത്തിലൂടെ ഈശോ വരും, ആ രക്ഷ സാധ്യമാകും, നിന്നെ ഞാൻ തിരിച്ചു പിടിക്കും എന്ന് ദൈവം നൽകുന്ന ഉറപ്പ്, വാഗ്ദാനമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3:15 വായിക്കാൻ സാധിക്കുക. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 3:16 എത്തുമ്പോൾ ഈ വാക്യത്തിന് നൽകിയിരിക്കുന്ന പേര് ദ ഗോൾഡൻ ടെക്സ്റ്റ് എന്നാണ്. സുവർണ വചനം, സുവർണ ഭാഗം, വചനഭാഗം എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. നമുക്കറിയാം, ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞുകൊണ്ട്, സുവർണ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം മറ്റൊന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യമാണ്. ആ വാക്യം ഇപ്രകാരമാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുവാൻ. ഇതാണ് സുവർണ നിയമം എന്ന് പറയുന്നത്. പക്ഷേ സുവർണ വചനം എന്ന് പറയുന്നത്, ബൈബിൾ മൊത്തത്തിലെടുക്കുമ്പോൾ സുവർണ വചനം, ഇത്രയും മനോഹരമായ മറ്റൊരു വാക്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവശാസ്ത്രന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന വാക്യമാണ് യോഹന്നാൻ 3:16. ആ വാക്യം ഇങ്ങനെയാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അത്രമേൽ സ്നേഹിച്ചു. അതാണ് സുവർണ നിയമം. ഇതിനകത്ത് എന്തുകൊണ്ട് ഇതിനെ സുവർണ നിയമം എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ വചനം രക്ഷാചരിത്രം മൊത്തത്തിലുണ്ട്. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള സകല കാര്യങ്ങളും ഒറ്റ വരിയിൽ പറഞ്ഞിരിക്കുക. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ നാശം അല്ലെങ്കിൽ പാപം, ശിക്ഷ എന്ന് പറയപ്പെടുന്ന ഭാഗത്തു നിന്ന് തുടങ്ങി ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ, അതായത് ദൈവത്തോടൊപ്പം ചെന്ന് ചേരുന്നതിനായിട്ട് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം, ത്രിത്വൈക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു, അത്രമേൽ സ്നേഹിച്ചു. ഇതാണ് അത്രമേൽ സ്നേഹിക്കാനെന്ന് പറഞ്ഞൊരു പുസ്തകം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഓർമ്മയിൽ വരുന്നു. അതിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിലായിരുന്നത് അത്രമേൽ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിനാണ് ദൈവത്തിന് അപാരമായൊരു സ്നേഹം മനുഷ്യനോടുണ്ട്. മനുഷ്യരോട് അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടി ജീവജാലങ്ങളോടെല്ലാം ഉണ്ട്. അതിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോട് ഉള്ള അതിരറ്റ സ്നേഹം കൊണ്ട് തൻ്റെ ഏക മകനെ നൽകിക്കൊണ്ട് ദൈവം ആ സ്നേഹം വെളിപ്പെടുത്തി. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അബ്രഹാം ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ചോദിക്കുന്ന ഏക മകനെ ദൈവത്തിന് അബ്രഹാം നൽകാൻ പോവുകയാണ്. അത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ഫീലിംഗ് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കാലങ്ങൾക്കിപ്പുറം സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ഏക മകനെ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കും എന്നുള്ളതിൻ്റെ ഒരു മുൻ അവതരണമായിട്ട് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും അത് ദൈവം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ ഏക മകനെ ബലിയർപ്പിച്ചുകൊണ്ട് മറുപടി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസം കൊണ്ട് മറുപടി കൊടുക്കുന്ന അബ്രഹാം, അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ പറയുന്നതിന്, അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകത്തില്ല, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അബ്രഹാം ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്ന പോലെ ദൈവം മനുഷ്യകുലത്തെ അത്രമേൽ സ്നേഹിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അപാരമായ സ്നേഹം കൊണ്ടാണ് ഈ രക്ഷാകര ചരിത്രവും മനുഷ്യാവതാരവും ഈശോ വന്നതും മരിച്ചതും ഉയർത്തതും സ്വർഗാരോഹണം ചെയ്തതും ഇന്നും ദിവ്യകാരുണ്യമായി നമ്മളോടൊപ്പം വീണ്ടും വസിക്കുന്നത്. അപ്പം ഏകജാതനെ നമുക്ക് നൽകി, ആ ഏകജാതം ദിവ്യകാരുണ്യമായി നമ്മളോടൊപ്പം ഉണ്ട്. എന്തിനെന്നോ, ലോകത്തെ പിതാവായി ദൈവം അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ട് ആരും നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന്. അപ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചിടാം. ബൈബിളിലെ മൊത്തത്തിലെടുക്കുമ്പോൾ അതിലെ ഗോൾഡൻ ടെക്സ്റ്റ് അഥവാ സുവർണ വചനം എന്ന് പറയുന്നത്, സ്വർണ വചനം എന്ന് പറയുന്നത് ഏതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 3:16.
എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന വചനമാണ് ഈ ബൈബിൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഉള്ള വളരെ മനോഹരമായ വചനം. ആ വചനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ തിരിച്ച് അത്രമാത്രം സ്നേഹിക്കുവാനുള്ള ഹൃദയം നമുക്ക് തരണമേ, മനസ്സ് നമുക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്ന, അതിന് പ്രതിസ്നേഹം നൽകി ജീവിക്കുന്ന മനുഷ്യമായി മാറാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.